ബിഗ് ബോസ് വീണ്ടും അനിമോളുടെ പ്ലാച്ചി പാവയും. എന്തായാലും അനിമോളുടെ പ്ലാച്ചി പാവയും അതേ കണക്ക് തന്നെ അനിമോളുടെ കൂടാത്രവും അനിമോളുടെ PR എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടാത്രമാണ് ഹിറ്റ്. എന്തായാലും കൂടാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ പാവ എല്ലാവർക്കും അവിടുത്തെ കണ്ടസ്റ്റൻസിന് പകുതി പേർക്കും ചെറുതായിട്ടെങ്കിലും ആ പാവയെ പേടി ഉണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ ആ പാവ ഒരു ഒരു ബ്ലാക്ക് മാജിക് പാവ എന്ന് വെച്ചാൽ ഒരു കൂടാത്ര പാവയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട പാവകളുടെയും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കൊണ്ടുപോകാമെന്ന് ആ ബിഗ് ബോസ് തന്നെ ഈ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ പല കണ്ടസ്റ്റൻസും അവരുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കൊടുത്തു വിടുന്നുണ്ട്. ഷർട്ടായാലും അതേ കണക്ക് തന്നെ നമ്മുടെ രേണുസുതി പറഞ്ഞില്ലേ, എന്താണ് ആ സ്പ്രേ ആണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടില്ലേ. പല ഐറ്റങ്ങളും അവിടെ അവരുടെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടയ്ക്ക് അനിമോളുടെ പാവയും കൊണ്ടുപോയി. ഇത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് പറയാനുള്ളത് ഈ പാവ സത്യം പറഞ്ഞാൽ അനിമോളായിട്ട് തന്നെയാണ് ഈ പാവയെ ഒരു ഹൊറലാക്കി എടുത്തത്. എന്ന് വെച്ചാൽ ഈ അനിമോൾ മന്ത്രം ചൊല്ലുക അങ്ങനെയൊക്കെയുള്ള ഒരു കോമഡി വൈബ് സിദ്ധിച്ചെടുത്തപ്പോൾ ആ കണ്ടസ്റ്റൻസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചില കണ്ടസ്റ്റൻസ് എവിക്റ്റായി തന്നെ പോയ ചാൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ നമുക്കൊരു കോയിൻസിഡൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ അത് മന്ത്രവാദവും കുട്ടിച്ചാത്തവും തകിടും പറയുമൊന്നുമല്ല. എന്തായാലും അങ്ങനെ ചെയ്താൽ തന്നെ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമുള്ള കേസല്ല. എല്ലാം നമുക്ക് അന്ധവിശ്വാസം കൂടിയാലും പ്രശ്നമുണ്ട്, കുറഞ്ഞാലും പ്രശ്നമുണ്ട്. എന്തായാലും എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട്. പക്ഷേ എനിക്ക് അന്ധവിശ്വാസത്തിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അമ്പലത്തിൽ പോയി തൊഴുവാറുണ്ട്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമാണ്. അവിടുത്തെ പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ അതേ കണക്ക് തന്നെ അവിടുത്തെ ഒരു വൈബ്, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കൂടാത്രം, മന്ത്രവാദം, പിന്നെ അതേ കണക്ക് തന്നെ ശുദ്രപ്രയോഗം അങ്ങനെയൊക്കെയുള്ള പറയുകളൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ളതുമല്ല. ഇവന്മാരെ കണ്ടാൽ തല്ലി ഓടിക്കണമെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു പാവയെപ്പറ്റി കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ കാര്യം പല റിയാക്ഷൻ വീഡിയോസിലും പ്ലാച്ചി എടുത്തെറിഞ്ഞു, റിയാസിന് ഇനി പണിയാണ്, ഇനി എന്ത് പണി, ഇനി നടന്നു പോകുമ്പോൾ സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല റിയാക്ഷൻ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നമ്മൾ കോമഡി വൈബിലേ ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ട് എടുത്തത്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുകയുണ്ടായി. അനിമോൾ കൊണ്ടുപോയ പാവയ്ക്കകത്ത് തകിട് വച്ച് ആ തകിട് മന്ത്രത്തിലാണ് അനിമോൾ നിൽക്കുന്നതെന്നും അനിമോൾ കൊണ്ടുപോയ പാവ ഒരു ബ്ലാക്ക് മാജിക് ആണെന്നും അതിനെ ദ്രോഹിക്കുന്നവരായാലും അതിനെ കളിയാക്കുന്നവരായാലും അനുഭവിക്കുമെന്നും എന്നും പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. എന്തായാലും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അനിമോൾ തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അനിമോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഈ പാവ എൻ്റെ കൂടെയുള്ള പാവയാണ്, എനിക്കിതില്ലാതെ ഒക്കത്തില്ല എന്നാണ് അനിമോൾ പറഞ്ഞത്. അതിനനുസരിച്ചാണ് അനിമോൾ ആ പാവ കൊണ്ടുപോയതും ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുപോയതും ഫേവറേറ്റ് വസ്തുവായിട്ട്. എന്തായാലും അത് അനിമോൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അത് ഇൻ്റർവ്യൂ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് അനിമോളുടെ പേഴ്സണലായിട്ടൊരു ചാനലിൽ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം കണ്ടസ്റ്റൻസ് വിചാരിക്കുന്ന രീതിയിലല്ല അവരെ ഒട്ടിക്കുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഓരോ കണ്ടൻറ്റുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവർ എന്താണോ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ വിഷയം അവർ കൂടുതൽ എടുത്തു കാണിച്ച് അവിടെ നിന്നുണ്ടാക്കിയ ഒരു നമ്മുടെ കണക്ക് ചർച്ച ചെയ്തില്ലേ, നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിലാക്കും. ഈ ബിഗ് ബോസ് 7 തന്നെ എന്തുമാത്രം ചർച്ച ചെയ്യാൻ പറ്റിയ കണ്ടൻറ്റുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കണ്ടൻറ്റേ ഉള്ളായിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു വസ്തു. ഇത് ഇത്രയും കോൺട്രവേഴ്സികളും ഇത്രയും കാര്യങ്ങളും പല കണ്ടസ്റ്റൻസും വന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം വലുതായിട്ട് കണ്ടസ്റ്റൻസ് ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് പ്ലാച്ചിയെ പറ്റി എന്താണ് തോന്നിയത്? പ്ലാച്ചി ഒരു കൂടാത്ര പാവയാണോ, അതോ പ്ലാച്ചി ഒരു സാധാ ഒരു തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പാവയാണോ? പറയൂ. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രത്യേക ഒരു വീഡിയോ, ഞാൻ മറ്റേ ഇൻ്റർവ്യൂ കൂടെ കാണിച്ചൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻറ്റ് രേഖപ്പെടുത്തണം.